2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന ആ ന്യൂസ് നമ്മൾ കണ്ടതാണ്. സ്വന്തം അമ്മാവൻ തന്നെയാണ് ഇതിലെ പ്രതി എന്നറിഞ്ഞപ്പോൾ നമ്മൾ അതിലേറെ ഞെട്ടുകയും ചെയ്തു. അതിനിടയിലാണ് പോലീസ് പല കാര്യങ്ങളും പറയുന്നത്. അമ്മയ്ക്ക് പങ്കുണ്ടോ, അമ്മയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ വരുന്നു, അമ്മാവന് മാനസിക രോഗമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കുഴഞ്ഞു മറയുന്ന ഒരു കേസായി നിലനിൽക്കുകയാണ്. പല അഭ്യൂഹങ്ങളാണ്. എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിലെത്തിയിരുന്നു. അദ്ദേഹം തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിലാണ്. പക്ഷെ ഇതിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഇതിലെ പ്രതിയായിട്ടുള്ള ഹരികുമാർ അദ്ദേഹം പറഞ്ഞത് കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് താനാണ്, 2 വയസ്സുകാരിയായ കുഞ്ഞിനെ. ഇതിന് പിന്നാലെ ഇദ്ദേഹം മൊഴി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഇദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ട് മൊഴികൾ നിരന്തരമായിട്ട് നൽകിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ആദ്യം ഇദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭാഗത്താണ് തെറ്റുണ്ടായിരുന്നത്, സാമ്പത്തികമായിട്ട് കുടുംബത്തിന് വളരെ വലിയ രീതിയിലുള്ള ദാരിദ്ര്യമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങൾ, അതായത് എൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇതിലൊക്കെ തനിക്ക് കുഞ്ഞിനോട് വലിയ രീതിയിലുള്ളൊരു എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞിനെ എടുത്തിട്ട് കിണറ്റിലിട്ടെന്നാണ് അദ്ദേഹം നേരത്തെയൊക്കെ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് കോടതിക്ക് മുമ്പാകെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ എത്തിയപ്പോൾ അവിടെ ഇദ്ദേഹം മൊഴി മാറ്റി നൽകുകയാണ്. മൊഴി മാറ്റി നൽകി പറയുകയാണ് താനല്ല കൊന്നത്, തനിക്ക് മാനസികമായിട്ട് ചില വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരാളാണ്, കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഹരികുമാർ പറയുന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തെ മറ്റ് സൈക്കാട്രി ഡോക്ടർമാർ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി പരിശോധന നടത്തി ഇദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. അപ്പം നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിലത്ത് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം മാനസികമായിട്ട് യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളിയും ഈ ഹരികുമാർ നേരിടുന്നില്ല എന്നാണ് പരിശോധനയിൽ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം എങ്കിലും ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് താനല്ല ഈ കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാണ്. അപ്പോൾ ആരാണ് അത് ചെയ്തത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. കാരണം നമുക്കറിയാം, വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് നടന്നത്. ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാർത്തകൾ ഇപ്പം കേട്ട് ഒരു നടുക്കുമില്ലാതെ, അതായത് നമ്മളെ മനസാക്ഷിയൊക്കെ മരവിച്ചു പോയ ഒരവസ്ഥയാണ്. നിരന്തരമായിട്ട് കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഘാതവും ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഈ 2 വയസ്സുകാരിയായ കുട്ടിയെ രാവിലെ പുലർച്ചെയാണ് ഇദ്ദേഹം കയറിയിട്ട് ഈ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത്. പിന്നാലെ വലിയ രീതിയിലുള്ള പോലീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ഇദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു, പോലീസിനോട് തട്ടിക്കയറുകയായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുക, ഞാനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഈ വീട്ടിലുണ്ടായിരുന്ന ഈ കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഈ വീട്ടിലെ അമ്മാവൻ, മുത്തശ്ശി, ഈ ശ്രീതു, അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീതു, അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, ഈ 4 പേരുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ആ ദിവസം എന്ന് പറയുന്നത് ഇവരുടെ മുത്തച്ഛൻ്റെ മരണാനന്തരവുമായി ബന്ധപ്പെട്ടുള്ള 16 അടിയന്തരം നടക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം രാവിലെയാണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള കൃത്യം ഈ പ്രതിയായിട്ടുള്ള ഈ നിലവിൽ പ്രതിയെന്ന് മനസ്സിലാക്കപ്പെടുന്ന ഈ ഹരികുമാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്നത് കൃത്യമായിട്ടും വ്യക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പോലീസിനെ കുഴപ്പിക്കുന്നൊരു കാര്യം. കാരണം ഇപ്പം നിലവിൽ ഈ അമ്മയായിട്ടുള്ള ശ്രീതുവും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്, അവരിപ്പം ജയിലിലാണ്, അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് തിരിമറികളൊക്കെ നടത്തിയിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ ശ്രീതു എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പം ജയിലിലുള്ളത്. 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പം ജയിലിലാണ്. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല, ഒരു പൂജാരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഉള്ള ഒരു പൂജാരിയും ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഒരു പ്രതിയായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ജോത്സ്യൻ. അപ്പം ഇദ്ദേഹത്തിന് എന്താണ് ഇതിൽ പങ്ക്? ഇതിൻ്റെ പിന്നിൽ കൂടോത്രം, അതുപോലുള്ള മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ആഭിചാരം പോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ
കളിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഇപ്പം പോലീസ് അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ടോ അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ളൊരു വിവരവും നിലവിൽ ഇപ്പം പുറത്തു വരുന്നില്ല. ഈ പൂജാരി, ഈ ജ്യോത്സ്യൻ ഇവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഇവരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാരണം ഈ പ്രതിയായിട്ടുള്ള ഈ ഹരികുമാർ നേരത്തെ തന്നെ ഈ ജ്യോത്സ്യൻ്റെ കീഴിൽ പൂജാവിധികളും മറ്റ് കർമ്മങ്ങളും ഒക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ അയാളുടെ കീഴെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഇയാളുടെ നിർദ്ദേശപ്രകാരമാകുമോ ഈ കുഞ്ഞിനെ എടുത്തിട്ട് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അമ്മയായിട്ടുള്ള ശ്രീധുവിനും ഈ പൂജാരിയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പം അത്തരം രീതിയിൽ, അത് മാത്രമല്ല ഈ സഹോദരിയും ഈ ഹരികുമാറും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകളുണ്ട്. ഇവർ വീട്ടിനുള്ളിൽ ഒരുമിച്ച് രാത്രി സമയങ്ങളിൽ മറ്റ് പല റൂമുകളിൽ ഇരുന്നു കൊണ്ട് വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുക, തുടങ്ങിയ രീതിയിലുള്ള ബന്ധങ്ങളാണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പം പോലീസ് അന്വേഷിച്ച് വരികയാണ്. അപ്പം ആകെ മൊത്തത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കേസായിട്ട് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകം മാറിത്തീരുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് രാവിലെ അവിടെ അവിടുത്തെ കട്ടിൽ കത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. കട്ടിൽ കത്തിയിരുന്നു പുറത്ത്. അതെന്തിനാണ് കത്തിച്ചത്, ആരാണ് കത്തിച്ചത്? അത് ഈ അമ്മാവന്റെ മുറിയാണ്. ഈ ഹരികുമാറിന്റെ മുറിയിലെ കട്ടിലാണ് കത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇയാൾ തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചതാവാം എന്നതാണ് ഇപ്പം വ്യക്തമാവുന്നത്. പോലീസിന് ആ രീതിയിലാണ് വ്യക്തമാവുന്നത്. കാരണം ഈ കുഞ്ഞ് ആരുടെ കൂടെയാണ് കിടന്നത് എന്നത് കാര്യത്തിന് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള കൃത്യമായ സ്ഥിരീകരണവുമില്ല. കാരണം ഇവർക്ക് 2 കുട്ടികളുണ്ട്. അതിലെ മൂത്ത കുഞ്ഞിനെ ശുചിമുറിയിലേക്ക് രാവിലെ കൊണ്ടുപോകാൻ പോകുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ അച്ഛൻ്റെ അരികിൽ കിടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അരികിൽ കിടത്തിയ സമയത്ത് തിരിച്ച് ശുചിമുറിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞിനെ കാണാത്ത അവസ്ഥയിലുള്ളത്. ഈ കരിക്കാങ്ങ് ക്ഷേത്രത്തിനടുത്താണ് എനിക്ക് തോന്നുന്നു ഈ സംഭവിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഈ ഭവദാസൻ, ആ ജ്യോത്സ്യൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറയുന്നത് ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുറേ കാലം തൻ്റെ കൂടെ ഇരുന്ന് പൂജാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ പിന്നീട് താൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, തട്ടിക്കയറുക, വരുന്ന ആളുകളോട് തട്ടിക്കയറുക, മാനസികപരമായ വൈകല്യത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവരോട് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ജ്യോത്സ്യരുടെ ഭാഗത്തു നിന്ന് പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി. അതിനൊപ്പം അതിൻ്റെ കൂടെ ഈ വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറയുന്ന പോലെ ജ്യോത്സ്യൻ്റെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിച്ചതാണ് ഇദ്ദേഹം എന്നുള്ള രീതിയിലുള്ള വലിയ ആരോപണം ഈ ജ്യോത്സ്യനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യോത്സ്യൻ മൊത്തത്തിലൊരു പ്രശ്നക്കാരനാണ് എന്ന് ഒരു സംശയം നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല, FIR പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ജ്യോത്സ്യനിൽ അങ്ങനെ പങ്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരു പ്രൊസീജിയർ കറക്റ്റ് ആവുന്നത് വരെ. എന്ത് തന്നെയായാലും ഇതൊരു വല്ലാത്തൊരു കുടുംബത്തിനകത്ത് എന്താണ് സംഭവിച്ചത്? ഈ സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഭർത്താവിനോട് സഹോദരന് ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണ്? കുഞ്ഞിനോട് ദേഷ്യം തോന്നിയത് ശ്രീത്തുവിനോടുള്ള ദേഷ്യം കൊണ്ടാണ് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടത് എന്ന് പറയുന്നു. പൂജാരിക്ക് എന്താ, ഈ ജ്യോത്സ്യൻ എന്താണ് ഇതിലെ റോൾ? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് നോക്കേണ്ട കാര്യം. പക്ഷെ അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കണ്ണി എന്ന് തോന്നുന്നു. ഇത് പിന്നെ കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഈ ഭയങ്കര രീതിയിൽ കടബാധ്യത അനുഭവിക്കുന്ന ഒരു കുടുംബമാണിത്. ഇവർക്ക് എത്രയോ രൂപ കടമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ കുടുംബത്തിൽ വന്നു പെട്ടത് എന്ന് ഈ ഹരികുമാർ വിശ്വസിച്ചിരുന്നു. അപ്പം നേരത്തെ തന്നെ ഈ ഹരികുമാർ, ഇത് അന്നത്തെ ആ ദിവസമല്ല, നേരത്തെ തന്നെ ഈ ദേവേന്ദു എന്ന് പറയുന്ന ഈ 2 വയസ്സുകാരിയെ ആക്രമിച്ചിട്ടിരുന്നു. അതായത് ഈ കുഞ്ഞിനെ ചവിട്ടുക, ഈ കുഞ്ഞിനെ വലിച്ചെറിയുക തുടങ്ങിയ പ്രവണതകളൊക്കെ ഇയാൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, അതിന്റെ പുറകിൽ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഒരു അതിൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് തൻ്റെ സഹോദരിയുമായിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ ഈ കുഞ്ഞ് വന്നതിന് ശേഷം എല്ലായ്പ്പോഴും സഹോദരി ഈ കുഞ്ഞിനെയാണ് പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നോടുള്ള അകൽച്ച ഉണ്ടാകുന്നു, സ്നേഹമില്ലാതായിരിക്കുന്നു. ഇതിൽ ഇയാൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു വെറുപ്പുണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മൾ മലയാളത്തിൽ തന്നെയല്ലേ മെന്റൽ എന്ന് പറയുക, മാനസികം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുകൂടിയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഇയാൾ അത്തരം രീതിയിലുള്ള മാനസിക വെല്ലുവിളികളൊന്നും നേരിടുന്ന ഒരാളല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.
പ്രശ്നങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ. അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ള എനിക്കല്ല. കാരണം ഈ മാനസിക രോഗം ഏത് രീതിയിലാണ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രത്യേക ഏതെങ്കിലും സ്കെയിലുള്ളതായിട്ട് അല്ല നമുക്ക് എനിക്കറിയില്ല. എന്തായാലും 2 വയസ്സുകാരിയൊക്കെ കിണറ്റിലിട്ട്, അതും ജീവനോടെ കിണറ്റിലിട്ട് കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത്രയും മൃഗീയവും മനുഷ്യത്വരാഹിത്യവും ഇല്ലാത്ത ഒരു വല്ലാത്ത പ്രവൃത്തിയായിപ്പോയി. ഇനി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. കൃത്യമായ അന്വേഷണം നടക്കട്ടെ.